അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഹോം മെയ്ഡ് നൂഡിൽസിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളപ്പോൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഹോം മെയ്ഡ് നൂഡിൽസ് ഉണ്ടാക്കുന്നത്. നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസിൻ്റെ ആവശ്യമുണ്ട്. സോയാ സോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. പിന്നെ മസാലയ്ക്ക് വേണ്ടി 1 നുള്ള് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ പെപ്പർ പൗഡറും അതുപോലെ തന്നെ യെല്ലോ പൗഡറും നമ്മൾ എടുത്തിട്ടുണ്ട്. ജസാരയും ഉപ്പും. അപ്പോൾ നമ്മൾ വെജ് ആയിട്ട് എടുത്തേക്കുന്ന ഐറ്റംസ് ക്യാരറ്റ്, കാബേജ്, അതുപോലെ തന്നെ 1 ഒനിയൻ്റെ പകുതി, പിന്നെ ക്യാപ്സിക്കം, പിന്നെ 2 അല്ലി വെളുത്തുള്ളി. പിന്നെ നമുക്ക് എഗ്ഗ് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. നോർമലി ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. നമുക്കപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഹോം മെയ്ഡ് നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ നൂഡിൽസിന് വേണ്ടിയുള്ള മാവ് എങ്ങനെയാണ് കുഴക്കുന്നതെന്ന് നോക്കാം. നമുക്ക് മാവിലോട്ട് നമ്മളൊരു 1/4 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നതാണ്. ജസാരയും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചിടാം. നോൺ വെജ് വേണ്ടാത്തവർക്ക് മുട്ട ഇടണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒട്ടാനും പാടില്ല, അതുപോലെ തന്നെ അധികം ടൈറ്റ് ആവാനും പാടില്ല. അങ്ങനെ ഒരു മീഡിയം രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നോർമലി നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെയാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഒരു നേരിയ ചൂടുവെള്ളത്തിൽ നമുക്കിത് പതുക്കെ കുഴച്ചെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ മാവ് കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10-5 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ചൂടാക്കാനായിട്ടുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ കുഴച്ചിരിക്കുന്ന മാവ് നല്ല തിളച്ച വെള്ളത്തിലോട്ട് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിലോട്ട് ഇട്ടതിന് ശേഷം നല്ലതുപോലെ തിരിച്ച് വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കാരണം നമ്മളിത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണല്ലേ. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു തണുത്ത വെള്ളത്തിലോട്ടാണ് ഇത് മാറ്റേണ്ടത്. പിന്നെ നമുക്ക് നൂഡിൽസ് എങ്ങനെയാണ് ബേക്ക് ചെയ്യണമെന്ന് നോക്കാം. അതിന് നമ്മൾ ഇതേപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാണ്. നമ്മുടെ നൂഡിൽസും അതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് നൂഡിൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ഫുഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നമ്മുടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ അതിൽ ഒഴിച്ചേക്കുന്ന ഓയിലും നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇനി നമ്മളെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയൻ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് ഇനി നമുക്ക് കാബേജും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ കാബേജും കൂടി ആഡ് ചെയ്യാം. അധികം ഇത് വഴണ്ട് വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു പച്ചപ്പും ഇതിൽ തോന്നണം, എന്നാലേ ആ ഒരു നൂഡിൽസിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയുള്ളൂ. ആക്ച്വലി ഇത് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചൈനീസ് നൂഡിൽസ് ആ ഒരു മെത്തേഡിലുണ്ടാവും. ഇപ്പം നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് മസാലപ്പൊടി, മല്ലിപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കല്ലാതെ സോസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഇതിലോട്ട് ക്യാരറ്റും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ്, കാബേജ്, അതേപോലെ ഒനിയൻ നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഗാർലിക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം നമുക്ക് ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ജസ്റ്റ് എല്ലാം ഒന്ന് വാടിയാൽ മാത്രം മതി. നല്ല രീതിയിൽ ഇത് ഫ്രൈ ആവണമെന്നൊന്നുമില്ല. നമ്മൾ ചൈനീസ് നൂഡിൽസ് അതേ ഒരു ടേസ്റ്റൊക്കെ കിട്ടും ഇതിന്. പിന്നെ നമ്മുടെ സ്പൈസസ് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ആഡ് ചെയ്യാം. അതായത് ഓരോരുത്തരുടെ രീതിയിൽ ചിലവർക്ക് എരിവ് വേണമായിരിക്കും, ചിലവർക്ക് എരിവ് വേണ്ട. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് സോസ് ഉപയോഗിച്ച് ആഡ് ചെയ്യാമെന്ന്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ മുളക് പൊടിക്ക് പകരം ചില്ലി സോസ് ഉണ്ട്, അതേപോലെ ഗ്രീൻ ചില്ലി സോസ് ഉണ്ട്. പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് പെപ്പർ സോസ് വരുന്നുണ്ട്. പിന്നെ സോയാ സോസ്, നമ്മളിവിടെ സോയാ സോസ് മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പൗഡറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ലേശം ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഗോതമ്പ് നമ്മൾ മിക്സ് ചെയ്തപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കുന്ന മസാലയിലും നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഉപ്പ് ഓവറായി പോകും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കിനി ഇതിലോട്ട് നമ്മളൊരു ടോപ്പാണ് എടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 50 മില്ലിയോളം വരുന്നുണ്ട്. ആ ഒരു 50 മില്ലി സോയാ സോസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതും കൂടി. ഇനി നമുക്കിതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആട്ട നൂഡിൽസ്, നമ്മൾ പ്രിപ്പയർ ചെയ്ത ആട്ട നൂഡിൽസ് നമുക്കിതിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഇനി മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് കുറച്ച് സ്പൈസി കിട്ടാൻ വേണ്ടി നമ്മൾ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണ്. നമ്മളപ്പോൾ ഇതിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം.